പ്രൈസ് ദി ലോർഡ്. ഞങ്ങളെ അവിടെ ഇവിടങ്ങളായി ശ്രദ്ധിക്കുന്ന ഈ ദേശനിവാസികളായ ഞങ്ങളുടെ പ്രിയ സഹോദരങ്ങൾക്ക് മധ്യാഹ്ന വന്ദനങ്ങൾ അറിയിക്കുന്നു. ഇന്ന് കേരളം ഒരാഘോഷ തിമിർപ്പിൻ്റെ കാലഘട്ടത്തിലാണല്ലോ. കേരളീയരായ മലയാളികളായ നമുക്കെല്ലാവർക്കും നാം എല്ലാവരും അഭിമാനിക്കുന്ന ഒന്നാണ് ഓണം എന്ന് പറയുന്നത്. ഈ ഓണാഘോഷത്തിൻ്റെ വേളകളിൽ ഇവിടെ ഒന്നാംകുറ്റിയിലുള്ള അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ആഭിമുഖ്യത്തിൽ യഥാർത്ഥ സന്തോഷവും യഥാർത്ഥ സമാധാനവും എങ്ങനെയാണ് പ്രാപിക്കാൻ കഴിയുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഈ ദേശനിവാസികളോട്, ഞങ്ങളുടെ സമശിഷ്ടങ്ങളായ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ അയൽവക്കക്കാരോട് സ്നേഹത്തിൻ്റെ ആത്മാവിൽ ചില വാക്കുകൾ അറിയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗമന ഉദ്ദേശ്യം. ഞങ്ങളുടെ ഈ ശബ്ദം കേൾക്കുമ്പോൾ ഒരുപക്ഷെ എവിടെയൊക്കെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിൽ ഒരു സംശയം അങ്കുരിച്ചു എന്ന് വന്നേക്കാം. ഇത് പെന്തക്കോസ്തുകാരുടെ അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ മതം മാറ്റ പരിപാടിയുടെ ഒരു ഭാഗമായി അവർ നടത്തുന്ന ഒരു ക്യാമ്പയിനാണ് എന്ന് പറയുന്ന ഒരു കൂട്ടം ഞങ്ങളുടെ സ്നേഹിതർ ഉണ്ടായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. വളരെ സ്നേഹത്തോടെ ഇന്ന് പകൽക്കാലം ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കട്ടെ. ഇതൊരു മതം മാറ്റത്തിൻ്റെ പ്രസംഗ പരമ്പരയല്ല. ജീവിതത്തിൽ സമാധാനമില്ലാതെയും സന്തോഷമില്ലാതെയും ഭവനാന്തരീക്ഷങ്ങളിൽ അതിൻ്റെ ഉള്ളറകളിൽ സ്വസ്ഥതയില്ലാതെ മുന്നോട്ട് പോകുന്ന ഒരു വലിയ കൂട്ടം ജനസമൂഹങ്ങളുടെ ഉള്ള ഈ നമ്മുടെ നാട്ടിൽ ശാശ്വതമായ സമാധാനവും സന്തോഷവും എങ്ങനെ പ്രാപിക്കാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് നിങ്ങളെ ഒന്ന് ബോധവാന്മാരാക്കുക എന്നുള്ള ചിന്തയാണ് ഞങ്ങളുടെ മനസ്സിലുള്ളത്. കുടുംബങ്ങളിലെയും ഭവനങ്ങളിലെയും വ്യക്തി ജീവിതങ്ങളിലെയും സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ട് വളരെ ക്ലേശകരമായ അനുഭവത്തിലേക്ക് മാതാപിതാക്കളെയും തലമുറകളെയും വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ഒരു വല്ലാത്ത കാലഘട്ടത്തിൽ നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും വളരെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചുകൊണ്ടുള്ള തേർവാഴ്ച നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ കുടുംബങ്ങളിൽ സ്വസ്ഥതയും സമാധാനവും കണ്ടെത്തുവാൻ അതിനുള്ള മാർഗമെന്ത് എന്ന് നിങ്ങൾക്ക് ഉപദേശിച്ചു തരുവാൻ ചില നിമിഷങ്ങൾ ഞങ്ങൾ ഇവിടെ വിനിയോഗിക്കുകയാണ്. പ്രകൃതിയുടെ ഒരു അല്പമായ ബുദ്ധിമുട്ട് കൊണ്ട് എങ്കിലും ഭവനത്തിന്റെ ഉള്ളറകളിൽ ഇരുന്നു കൊണ്ട് ഈ ശബ്ദം കേൾക്കുന്ന ബഹുമാന്യരായ ഞങ്ങളുടെ നാട്ടുകാരോട് ഒരല്പസമയം ഞങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ ശ്രദ്ധയെ ഒന്ന് തിരിക്കണമേ എന്ന് വളരെ ആത്മാർത്ഥതയോടെ അഭ്യർത്ഥിക്കുകയാണ്. ഏതെങ്കിലും ഒരു മതത്തെ ഉയർത്തുവാനോ ഏതെങ്കിലും ഒരു മതത്തെ ഇകഴ്ത്തുവാനോ അല്ല ഞങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മതത്തിന്റെ സ്ഥാപകരോ അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങളെ കുറിച്ച് പറയാനുമല്ല ഞങ്ങൾ ഇവിടെ ആയിരിക്കുന്നത്. ഞങ്ങൾ ഇന്ന് പകൽ ഉദ്ദേശിക്കുന്നത് ഒരൊറ്റ കാര്യമേ ഉള്ളൂ. സകല മാനവജാതിയെയും സ്നേഹിച്ച് സകല മനുഷ്യകുലജാതികളെയും സ്നേഹിച്ച് നിത്യരാജ്യത്തിന് അവകാശികളാക്കി തീർക്കുവാൻ വേണ്ടി സ്വർലോക മഹിമകളെ വെടിഞ്ഞ് താഴലോകത്തിലേക്ക് ഇറങ്ങി വന്ന നസ്രയനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ്. യേശു ക്രിസ്തു ആര് എന്ന് ചോദിച്ചാൽ യേശു ക്രിസ്തു ഒരു മതസ്ഥാപകനല്ല. ഏതെങ്കിലും ഒരു മതം സ്ഥാപിക്കാൻ വന്നവനല്ല. പിന്നെ യേശു ക്രിസ്തുവിന്റെ വരവിന്റെ ഉദ്ദേശം എന്ത്? പാപത്തിൽ ജീവിക്കുന്ന മനുഷ്യനെ അവരുടെ പാപത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവന അവകാശികളാക്കി തീർക്കുവാൻ, തന്റെ ജീവനെ പാപികൾ
നമുക്ക് വേണ്ടി കൊടുക്കുവാൻ വന്ന യേശു കർത്താവ്. അതാണ് യേശു കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം. ആ സന്ദേശം നിങ്ങളുമായി ചുരുങ്ങിയ മിനിറ്റുകൾ പങ്കുവയ്ക്കാൻ ഞങ്ങൾ ഇന്ന് പകൽക്കാലം താല്പര്യപ്പെടുകയാണ്. നിങ്ങളുടെ ശ്രദ്ധയെ ഞങ്ങൾ ക്ഷണിക്കുന്നു. പ്രാരംഭമായി ചില പാട്ടുകൾ നമുക്ക് ശ്രദ്ധിക്കാം. ഞങ്ങളുടെ പ്രിയ കുഞ്ഞുങ്ങൾ ചില പാട്ടുകൾ ഇവിടെ പാടും. നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you.
നിങ്ങളുടെ ഭക്ഷണ സമയമാണ് എന്ന് ഞങ്ങൾക്കറിയാം. ഭക്ഷണം നമ്മുടെ ശരീരത്തിന് ആവശ്യമാണ്, നമ്മുടെ ജീവൻ ആവശ്യമാണ്. അങ്ങനെ ഭക്ഷണം കഴിക്കുവാനായിട്ടുള്ള വ്യഗ്രതയോടെ തീന്മേശയ്ക്ക് സമീപമായിരിക്കുന്ന എൻ്റെ ഈ ദേശത്തുള്ള പ്രിയപ്പെട്ടവരുടെ ശബ്ദം കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കുവാനുള്ള സ്വാതന്ത്ര്യവും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ തന്നെ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൻ്റെ പോഷണത്തിനാവശ്യമായ ആത്മീക ഭക്ഷണത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുവാനാണ് ഞങ്ങൾ തുടർന്നുള്ള ചില മിനിറ്റുകൾ ഉപയോഗിക്കുവാൻ പോകുന്നത്. മനുഷ്യന്റെ ജീവിതം ഈ ലോകത്തിൽ നശ്വരമാണ് എന്ന് നമുക്കറിയാം. 70-80 സംവത്സരം ഈ ഭൂമിയിൽ ജീവിക്കുകയും എല്ലാവിധമായ സുഖസൗകര്യങ്ങളും എല്ലാവിധമായ പ്രവർത്തനങ്ങളിലുമൊക്കെ ഏർപ്പെട്ട് നമ്മുടെ ജീവിതത്തെ വളരെ സന്തോഷകരമായി മുന്നോട്ട് തള്ളിക്കൊണ്ടു പോകുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന മനുഷ്യ സമൂഹത്തിന്റെ മുമ്പിൽ ഇന്ന് അവരഭിമുഖീകരിക്കുന്നതായ ഏറ്റവും വലിയ പ്രശ്നങ്ങളാണ് അസമാധാനം എന്ന് പറയുന്നത്. അതെല്ലാ മണ്ഡലങ്ങളിലുമുള്ള ജനത്തിന്റെ ഇടയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സമാധാനത്തിനുള്ള മാർഗം ലോകത്തിലെ ആളുകൾ പലതും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും അതൊക്കെ അസമാധാനത്തിലേക്കാണ് നമ്മളെ കൊണ്ടെത്തിക്കുന്നത്. തീർത്ഥയാത്ര നടത്തിയാൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. ദാനധർമ്മങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. സിനിമാശാലയിൽ പോയാൽ നിങ്ങൾക്ക് സമാധാനമുണ്ടാകും. അല്പം ലഹരി ഉപയോഗിച്ചാൽ ദുഃഖങ്ങളൊക്കെ ഒന്ന് മറന്ന് അല്പസമാധാനം ലഭിക്കും എന്നൊക്കെ പറഞ്ഞ ആളുകൾ നമ്മളെ പ്രലോഭിപ്പിക്കാറുണ്ട്. നമുക്കറിയാം, അതൊക്കെ നോക്കി പരാജയപ്പെട്ടിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും, മിക്കപേരും. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങൾക്ക് നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഓർപ്പിക്കാനുള്ള ഒരു വസ്തുത, നിത്യമായ സമാധാനം എവിടെ പ്രാപിക്കാൻ കഴിയും, അതെങ്ങനെയാണ് നമുക്ക് പ്രാപിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഒന്ന് പറയുവാൻ ഞങ്ങൾ ഒരു ചില മിനിറ്റുകൾ വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ ആത്മാർത്ഥമായ ശ്രദ്ധ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഞങ്ങളുടെ ബഹുമാനപ്പെട്ട ദൈവദാസൻ പത്തനാപുരം സ്വദേശിയായ പാസ്റ്റർ ദിനേശ് അവറുകൾ തുടർന്ന് ചില മിനിറ്റുകൾ യേശുക്രിസ്തുവിൽ കൂടെയുള്ള സമാധാന ലഭ്യതയെക്കുറിച്ചുള്ള വാക്കുകൾ നിങ്ങളോട് സംസാരിക്കും. കേൾക്കുവാൻ വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ സമയം വിനിയോഗിക്കാൻ അപേക്ഷിക്കുന്നു. ദൈവം നിങ്ങളെ ആശീർവദിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് പെരിങ്ങമലയിലുള്ള പ്രിയ ബിജു ചായൻ്റെ ഭവനത്തിൽ ഈ ഉച്ചസമയം ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരുടെ നടുവിൽ നിത്യ ജീവന്റെ സുവിശേഷവുമായി വരുവാൻ സർവകൃപാലുവായ ദൈവം ഞങ്ങൾക്കൊരുക്കി തന്ന വിലപ്പെട്ട സമയത്തിനായി ഞാൻ കർത്താവിന് മഹത്വം കരേറ്റുന്നു. പ്രിയപ്പെട്ടവരെ, എന്നെ ഇങ്ങോട്ട് ഈ പ്രസംഗത്തിന് ക്ഷണിച്ച കർത്താവിൻ്റെ ദാസൻ ജോസ് വർഗീസ് പാസ്റ്റർ പറഞ്ഞതുപോലെ ഉച്ചസമയമാണ്. നിങ്ങളെല്ലാവരും ഉച്ചഭക്ഷണത്തിനായിട്ട് ഒരുപക്ഷെ തിരുമേശയ്ക്ക് സമീപമായിരിക്കാം. അവിടെ ഇരിക്കുമ്പോൾ തന്നെ ഞങ്ങൾ ഈ പറയുന്ന വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണമേ. ഞങ്ങൾക്ക് ഈ ലോകത്തുള്ള താൽക്കാലികമായ എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചല്ല പ്രധാനമായും പറയാനുള്ളത്. അതിനപ്പുറമായി നമ്മുടെ ജീവിതത്തെ ഈ ലോകത്തിലും വരാനുള്ള ലോകത്തിലും വളരെ ഗുരുതരമായി ബാധിക്കാവുന്ന അതിപ്രധാനമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഞങ്ങൾ ഈ പറയുമ്പോൾ ഇന്നത്തെ പശ്ചാത്തലമൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, പ്രതിസന്ധിയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം പോകുന്നത്. ഇപ്പോ ഓണാഘോഷമാണ്. മലയാളി ഏറ്റവും അധികം ആഘോഷിക്കുന്ന ഒരു ആഘോഷ സമയത്താണ് ഞങ്ങളായിരിക്കുന്നത്. ഇതുപോലെ പലതരത്തിലുള്ള ആഘോഷങ്ങളൊക്കെ നമുക്കുണ്ട്. ഈ ആഘോഷങ്ങളൊക്കെ നല്ല കാര്യം തന്നെ.
ആളുകൾ സന്തോഷിക്കാൻ കിട്ടുന്ന ചുരുക്കം സമയമാണ്. ഈ സമയത്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ധരിച്ച് കുഞ്ഞുങ്ങളൊക്കെ വളരെ ആഘോഷത്തിലൊക്കെയാണ്. പക്ഷേ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വലിയ യാഥാർത്ഥ്യം, നമ്മുടെ സന്തോഷം താൽക്കാലികമാണ്. അടുത്ത നിമിഷം പ്രതിസന്ധിയുടെയും പ്രശ്നത്തിലേക്കുമാണ് ആളുകൾ പോകുന്നത്. ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഈ ഓണമൊക്കെ ആഘോഷിക്കാനോ അല്ലെങ്കിൽ ക്രിസ്മസോ ഈസ്റ്ററോ ഒക്കെ ആകട്ടെ, മനുഷ്യര് അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവർ, സാധാരണക്കാർ കടം വാങ്ങിയും ബുദ്ധിമുട്ടിയൊക്കെയാണ് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നത്. കാരണം മനുഷ്യന്റെ ആത്യന്തികമായ ഒരു ആഗ്രഹമാണ് കുറച്ചു സമയം കുടുംബത്തിൽ എല്ലാവരുമായിട്ടൊന്ന് സന്തോഷിക്കണം, സന്തോഷമായിരിക്കണം. പക്ഷേ ഈ ആഘോഷങ്ങളൊക്കെ തീർന്നു കഴിയുമ്പോൾ പിന്നെ മനുഷ്യന് നിരാശയാണ്. എനിക്കറിയാം, മലയാളിയുടെ ആഘോഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് മദ്യം. മദ്യമില്ലാതെ മലയാളിക്ക് എന്താഘോഷം? കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മുടെ ഗവൺമെന്റ് പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ മദ്യം വിറ്റ സ്ഥലം, ഏറ്റവും കൂടുതൽ കുടിച്ചതാര, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പുറത്തുവിടാറുണ്ട്. ഇന്ന ജില്ലയാണ് ഏറ്റവും കൂടുതൽ ഈ ദിവസങ്ങളിൽ മദ്യം അകത്താക്കിയത്. ദിവസം പ്രതി ഇതിന് വില കൂട്ടിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആളുകൾ അവരുടെ കയ്യിലെ വരുമാനം അങ്ങനെ കൂടിയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ എന്താ സംഭവിക്കുക? ആളുകൾ കൂടുതൽ കൂടുതൽ സാമ്പത്തികമായ ഞെരുക്കത്തിലേക്കും പ്രയാസത്തിലേക്കും പോകുന്നു. നമ്മുടെ നാട്ടിൽ മുക്കിന് മദ്യശാലകൾ തുറന്നുകൊണ്ടുമിരിക്കുക. അപ്പൊ ഒരു വലിയ പ്രതിസന്ധി നിങ്ങൾക്കറിയാം. ഇതുണ്ടാക്കുന്ന വലിയ വിപത്ത്, ഇതിലും വലിയ ഒരു വിപത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ മയക്കുമരുന്നിന്റെ ഉപയോഗമാണ്. നമ്മുടെ നാട്ടിൽ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർ വരെ ഇതിനൊക്കെ അടിമകളാണ്. ഞാൻ അതിൻ്റെ കണക്കൊക്കെ പറയുന്നില്ല. നമ്മളെ ഞെട്ടിപ്പിക്കുന്ന നിലയിൽ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരുടെ സംഖ്യ വർദ്ധിച്ചിരിക്കുന്നു. നമ്മുടെ കോളേജിലും സ്കൂളിലുമൊക്കെ ഇങ്ങനെ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗം വല്ലാതെ കൂടി തലമുറകളൊക്കെ തകർന്നുകൊണ്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് നമ്മൾ ഈ ആഘോഷവേളയിൽ എത്തിയിരിക്കുന്നത്. എന്നെ പെരിങ്ങാലയിൽ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ വിഭാഗത്തിലോ പെട്ട ആളുകളാണെങ്കിലും ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്, മനുഷ്യന്റെ ജീവിതത്തിന് സമൂലമായ മാറ്റം വരുത്താൻ ആർക്ക് കഴിയും? കുറച്ച് നിയമങ്ങൾ ഉണ്ടാക്കിയത് കൊണ്ട്, ആളുകളെ കുറച്ച് പേര് ജയിലിലിട്ടത് കൊണ്ട്, കേസെടുത്തത് കൊണ്ട് മനുഷ്യന് മാറ്റമുണ്ടാകില്ല. കാരണം മനുഷ്യൻ അടിസ്ഥാനപരമായി പാപികളാണ് എന്ന് ബൈബിൾ പറയുന്നു. ആർക്കാണ് മനുഷ്യന്റെ ഈ പാപത്തിന്റെ പ്രശ്നത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിയുന്നത്? ഞങ്ങൾ ഇന്ന് അതിനെക്കുറിച്ച് പറയാൻ ഇവിടെ വന്നത്. മനുഷ്യന്റെ പാപത്തിൽ നിന്നും, പാപ സ്വഭാവത്തിൽ നിന്നും, തിന്മയിൽ നിന്നും, തിന്മയുടെ വലിയ ആസക്തിയിൽ നിന്ന് മനുഷ്യനെ ആര് വിടുവിക്കും? ആ വിടുവിക്കുന്ന ആൾ ആരാണ്? അതിനെക്കുറിച്ചാണ് പറയാൻ ഞങ്ങൾ ഇവിടെ വന്നത്. അതിന് ഞങ്ങൾ പറയുന്ന ഈ സന്ദേശം നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാണ്. ഈ സന്ദേശത്തിന് ബൈബിൾ പറയുന്ന പേര് സുവിശേഷം എന്നാണ്. അത് മനുഷ്യന്റെ മദ്യപാനമാകട്ടെ, മയക്കുമരുന്നിന്റെ ഉപയോഗമാകട്ടെ, മനുഷ്യന്റെ കുടിലമായിട്ടുള്ള ഏത് അവസ്ഥയാകട്ടെ, ജീവിതത്തിന്റെ ഏത് തകർച്ചയാകട്ടെ, ഇതിന്നെല്ലാം ഉദ്ധരിച്ച് നിങ്ങളെ ഒരു നല്ല മനുഷ്യനാക്കി തീർക്കാൻ, അതിലെല്ലാം ഉപരിയായി നിങ്ങൾക്ക് ഈ ലോകത്തിലെ ജീവിതത്തിനപ്പുറമുള്ള ഒരു നിത്യ ജീവിതം വാഗ്ദാനം ചെയ്യുന്ന ഒരു സന്ദേശമാണ് ഇന്ന് ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നത്, ഞങ്ങളിത് പറയുന്നത്. നമുക്കറിയാം, ഒരു മരുന്ന് ഡോക്ടർമാർ കുറിച്ചു കൊടുത്തു. ആ മരുന്ന് കഴിച്ച് അതിന് ഫലമുണ്ടായി കഴിഞ്ഞാൽ ആളുകൾ അത്തരം മരുന്നുകൾ മറ്റുള്ളവരോട് പറയും, ഇന്ന അസുഖത്തിന് ഇന്ന മരുന്ന് കഴിച്ചാൽ മതി. അതുപോലെ തന്നെ മിടുക്കനായ ഒരു ഡോക്ടറെ കണ്ടു, അദ്ദേഹത്തിന്റെ ചികിത്സ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു. സമാന സ്വഭാവമുള്ള ആളുകളോട് ആളുകൾ പറയും, ഇന്നടത്ത് ഒരു മിടുക്കനായ ഡോക്ടറുണ്ട്, ആ ഡോക്ടർ നല്ല മിടുക്കനാ, ഞാൻ പോയി കണ്ടു, എൻ്റെ അസുഖത്തിന് ഭേദമുണ്ടായി. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ ഞങ്ങളും ഒരു കാലത്ത് ഇതുപോലെ ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി, ജീവിതത്തിന്റെ ഉല്ലാസത്തിന് വേണ്ടി ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്
സന്തോഷിക്കാൻ ശ്രമിച്ചവരാ. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് പേര് ജീവിതത്തിന്റെ തകർച്ചയിൽ നിന്ന് കരയേറി വന്നവരാ. ഭയങ്കര മദ്യപാനികൾ, ആർക്കും രക്ഷിക്കാൻ കഴിയാത്ത മദ്യപാനികൾ, മയക്കുമരുന്നിന് അടിമകളായി തീർന്നവർ, അല്ലെ, കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടിട്ട് ജയിലിൽ കിടന്ന ആളുകൾ. ഇങ്ങനെ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകൾ പറയും, ഞങ്ങളുടെ ജീവിതത്തിന് അർത്ഥമുണ്ടാക്കി തന്നത്, ഞങ്ങൾക്ക് സമാധാനം നൽകി തന്നത്, ഞങ്ങൾക്ക് സന്തോഷം നൽകിയത് മറ്റൊരു കാര്യമല്ല, അത് യേശുക്രിസ്തുവാണ്. അവിടുത്തെ സുവിശേഷത്തിന്റെ ശബ്ദം ഞങ്ങൾ കേട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് മാറ്റമുണ്ടായത് എന്ന് പതിനായിരക്കണക്കിന് ആളുകൾ സാക്ഷ്യം പറയും. ഞങ്ങളും ഈ പെരിങ്ങാല ദേശത്ത് വന്ന് പറയുന്നു, ഞങ്ങളുടെയും വ്യക്തിപരമായ ജീവിതത്തിന് അർത്ഥം തന്നത്, ഞങ്ങൾക്ക് സമാധാനം നൽകിയത്, ഞങ്ങൾക്ക് സന്തോഷം നൽകിയത്, മദ്യത്തിന് പുറകെ ഓടാതെ, മയക്കുമരുന്നിന് പുറകെ ഓടാതെ, സന്തോഷത്തോടെ സമാധാനത്തോടെ കുടുംബത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ നല്ല മനുഷ്യരാക്കിയത് യേശുക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഈ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാനാണ് ഞാൻ വന്നത്. നിൽക്കുന്നത് ചോദിക്കുമ്പോൾ ഇവിടുത്തെ പല തരത്തിലുള്ള മതവിഭാഗങ്ങളിൽപ്പെട്ടവർ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കാം. അവരൊക്കെ പെട്ടെന്ന് പറയാൻ സാധ്യതയുള്ളൊരു കാര്യം, ഇത് ക്രിസ്ത്യാനിയുടെ ദൈവത്തെക്കുറിച്ചാണ്. ആ ദൈവത്തെക്കുറിച്ച് ഞങ്ങൾ എന്തിനാണ് അറിയുന്നത്? ഇന്ന് ഞങ്ങളെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, മുസ്ലിമിന്റെ ദൈവമല്ല, അല്ലെ, ഹിന്ദുവിന്റെ ദൈവമല്ല. അങ്ങനെ വേർതിരിച്ചു പറയാൻ പറ്റില്ല. അവൻ സർവ മനുഷ്യന്റെയും ദൈവമാണ്, സകലത്തിന്റെയും സൃഷ്ടിതാവാണെന്ന സത്യ സന്ദേശം ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും യേശുക്രിസ്തുവിനെ ഒരു ഗുരുവായി കാണുന്നതിൽ വിരോധമില്ലാത്തവരാണ്. ഒരു നല്ല ഗുരുവാണെന്ന് സമ്മതിക്കുന്നവരാണ് നല്ല ആളുകൾ. ആളുകൾ പറയാറുണ്ട്, യേശു ഒരു നല്ല ഗുരുവാണ്. അതിനകത്ത് ഞങ്ങൾക്കൊരു വിരോധമില്ല. യേശു ഒരു നല്ല അധ്യാപകനാണെന്ന്, ഒരു നല്ല ടീച്ചറാണെന്ന് പറയുന്നവരുണ്ട്. യേശു ക്രിസ്തു നല്ല കാര്യങ്ങൾ പഠിപ്പിച്ച ഒരു നല്ല മനുഷ്യനാണെന്ന് പറയാൻ ഇവിടുത്തെ ഒരു മനുഷ്യനും ഒരു സംശയവുമില്ല. നമ്മുടെ രാഷ്ട്രത്തിന്റെ പിതാവായ മഹാത്മാഗാന്ധിക്ക് യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. മഹാത്മാഗാന്ധി ഇങ്ങനെയാ പറഞ്ഞത്, യേശുക്രിസ്തുവിനെ പോലൊരു ഗുരു ഇല്ല, അവന്റെ ഉപദേശം പോലൊരു ഉപദേശമില്ല. യേശുക്രിസ്തുവിന്റെ ഉപദേശമായ വിശുദ്ധ ബൈബിളിലെ മത്തായി എഴുതിയ സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ നോക്കിയിട്ട് മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു, ഇതിന് അറിയപ്പെടുന്നത് പർവ്വത പ്രസംഗം അല്ലെങ്കിൽ ഗിരിപ്രഭാഷണം എന്നാണ്. ഈ പർവ്വത പ്രസംഗത്തെ അഥവാ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് മഹാത്മാഗാന്ധി ഇങ്ങനെ പറഞ്ഞു, എൻ്റെ കയ്യിൽ ഭഗവത്ഗീത ഇല്ലെങ്കിലും ഗിരിപ്രഭാഷണം ഉള്ളത് കൊണ്ട് ഞാൻ ഈ രാഷ്ട്രത്തെ നന്നായി നയിക്കും. കേട്ടോ, മഹാത്മാഗാന്ധിക്ക് യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണത്തെ കുറിച്ച് വലിയ അഭിപ്രായമാണ്. നമുക്കൊക്കെ അറിയാം, സ്വാമി വിവേകാനന്ദൻ ഇന്ത്യ മഹാരാജ്യത്തിന്റെ, ഭാരതത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠനായ ഒരു ഗുരുവാൻ. വിവേകാനന്ദ സ്വാമിയുടെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള നിരീക്ഷണം വളരെ പ്രസക്തമാണ്. എന്താ വിവേകാനന്ദൻ പറഞ്ഞത്? ഇങ്ങനെയാണ് പറഞ്ഞത്, യേശുക്രിസ്തുവിന്റെ പാദം കഴുകിയ, കണ്ണുനീര് കൊണ്ട് കഴുകി തലമുടി കൊണ്ട് തുടച്ച സ്ത്രീയെക്കുറിച്ച് ഉദ്ധരിച്ചുകൊണ്ട് വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്ന കാലത്താണ് യേശുക്രിസ്തു ജീവിക്കുന്നതെങ്കിൽ ഞാൻ ആ സ്ത്രീ ചെയ്തതുപോലെ കണ്ണുനീര് കൊണ്ടല്ല, എൻ്റെ ഹൃദയ രക്തം കൊണ്ട് ഞാൻ ആ പാവന പാദങ്ങൾ കഴുകുമായിരുന്നു എന്ന് സ്വാമി വിവേകാനന്ദൻ യേശുക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു. നൂറുകണക്കിന് മനുഷ്യർ, അല്ലെ, നമ്മുടെ നാട്ടിൽ അറിയപ്പെടുന്ന മഹാന്മാരായ ആളുകൾ യേശുക്രിസ്തുവിനെ കുറിച്ച് നല്ല നല്ല അഭിപ്രായങ്ങളാണ് പറയുന്നത്. ഹൈന്ദവ സഹോദരന്മാരോട് ചോദിച്ചാൽ അവർ പറയും, പാസ്റ്ററെ, ഞങ്ങൾ യേശുക്രിസ്തുവിനെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അവതാരങ്ങളിൽ ഒരാളായിട്ട് കാണുന്നതിന് ഞങ്ങൾക്കൊരു വിഷമവും ഇല്ല. ഞങ്ങളുടെ കൂട്ടത്തിലെ ഒരു അവതാര പുരുഷന്മാരിൽ ഒരാളായിട്ട് കാണാൻ ഞങ്ങൾക്കൊരു വിരോധവുമില്ല. നിങ്ങൾ ഇസ്ലാം മത വിശ്വാസികളോട് ചോദിക്കൂ, അവര് പറയും, യേശുക്രിസ്തുവിനെ ഞങ്ങൾ കരുതുന്നത് ഒരു നബിയായിട്ടാണ്, അല്ലേ, ഞങ്ങളൊരു നബിയായി യേശുക്രിസ്തുവിനെ കാണുന്നു എന്ന് ഇവിടുത്തെ ഇസ്ലാമിക സഹോദരന്മാർ പറയും. എന്നെ ശ്രദ്ധിക്കുന്ന പെരിങ്ങാലയിലെ ബഹുമാന്യരായ നാട്ടുകാരോട് ഞങ്ങൾ പറയട്ടെ, യേശുക്രിസ്തുവിനെ ഒരു ഗുരുവായിട്ടോ അവതാരങ്ങളിൽ ഒരാളായിട്ടോ ശ്രേഷ്ഠനായിട്ടോ ഒക്കെ നിങ്ങൾ കാണുന്നതിൽ ഞങ്ങൾക്ക് സന്തോഷം.
പക്ഷേ യേശുക്രിസ്തു ആരാണെന്ന് നിങ്ങൾ ശരിക്കൊന്ന് അറിയണം. അതിനു വേണ്ടിയാ ഞങ്ങൾ ഇവിടെ വന്നത്. അവിടുത്തെ കേവലം ഒരു ഗുരുവായിട്ടോ ഒരു മതത്തിന്റെ വക്താവായിട്ടോ ഒരു അധ്യാപകനായിട്ടോ മാത്രം കാണുന്നതിനകത്തല്ല ഞങ്ങൾ പറയുന്ന സുവിശേഷത്തിന്റെ പ്രസക്തി. ഞാനതിനെ നിങ്ങളോട് മനസ്സിലാക്കി പറയാൻ ഒരു കാര്യം കൂടെ പറയാം. യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ മത്തായി സുവിശേഷം, യേശുക്രിസ്തുവിന്റെ ശിഷ്യനായ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ 15-ാം വാക്യത്തിൽ യേശു ഇങ്ങനെ ചോദിച്ചു. തൻ്റെ കൂടെയുള്ള തൻ്റെ ശിഷ്യന്മാരോട് ചോദിച്ചു, ജനങ്ങൾ മനുഷ്യപുത്രനെ കുറിച്ച്, അതായത് യേശുക്രിസ്തുവിനെ കുറിച്ച് ആരാണ്, എന്താണ് അവരുടെ അഭിപ്രായം? പല അഭിപ്രായങ്ങൾ ആളുകൾ പറഞ്ഞു. ഇരമ്യാവാണ്, യോഹന്നാൻ സ്നാപകനാണ്, പ്രവാചകന്മാരിൽ ഒരുത്തനാണ് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങൾ ഈ ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ യേശു ചോദിച്ചു, ഓക്കെ, നിങ്ങൾക്ക് എന്താണ് എന്നെക്കുറിച്ച് അഭിപ്രായം? കൂട്ടത്തിലെ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് ഇങ്ങനെ പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, എത്ര അതുല്യമായ വെളിപ്പാടാ, എത്ര ശ്രേഷ്ഠമായ വെളിപ്പാടാ! പ്രവാചകന്മാരിൽ ഒരുത്തനായി, യോഹന്നാൻ സ്നാപകനായി, അന്ന് ജീവിച്ചിരുന്ന ശ്രേഷ്ഠന്മാരായ ആളുകളുമായിട്ട് യേശുവിനെ തുലനം ചെയ്ത ആളുകൾ സംസാരിച്ചപ്പോൾ പത്രോസ് മാത്രം പറയുക, അങ്ങ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാൻ. പെരിങ്ങാലയിൽ ദൈവവചനം കേൾക്കുന്ന എൻ്റെ സഹോദരി സഹോദരന്മാരെ, യേശുക്രിസ്തു കേവലം ഒരു പ്രവാചകനല്ല. യേശുക്രിസ്തു അവതാര പുരുഷന്മാരിൽ ഒരാളല്ല. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, യേശുക്രിസ്തു ആരാണ്? അവൻ ദൈവത്തിന്റെ നിത്യപുത്രനാണ്. ബൈബിളിലെ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, അവൻ ആരാ? സാക്ഷാൽ വചനമാകുന്നവൻ, സാക്ഷാൽ ദൈവമാകുന്നവൻ. ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയട്ടെ, യേശുക്രിസ്തുവിന്റെ ജനനം അതുല്യമായ ജനനമാണ്. എല്ലാവരെയും പോലെ അല്ല യേശു ജനിച്ചത്. യേശുക്രിസ്തുവിന്റെ ജനനം അത് കന്യകാ ജനനം, കന്യകയിൽ ജാതനായതാ. തിരുവെഴുത്ത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചതുപോലെ യേശുക്രിസ്തു കന്യകയിൽ ജാതനായി. ഇന്ന് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ജനനം അത്ഭുതമാ. യേശുക്രിസ്തുവിന്റെ ജനന സമയം യേശുക്രിസ്തുവിന്റെ പേരിനെ കുറിച്ച് ഇങ്ങനെയാ പറഞ്ഞത്, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഒരു സാധാരണ മനുഷ്യനല്ല. അവിടുത്തെ ജനനം അത്ഭുതകരമായ ജനനമാ. സ്ത്രീ പുരുഷ സംഗമത്തിലൂടെ എല്ലാ മനുഷ്യരും ജനിക്കുമ്പോൾ യേശുക്രിസ്തുവിന്റെ ജനന മറിയ എന്ന ആ സ്ത്രീയുടെ വയറ്റിൽ അവിടുന്ന് ജാതനായി, അവിടെ ഉദരത്തിൽ യേശു ജാതനായി, കന്യകാ ജനനമെന്ന അതിന് പറയുന്നത്. പാപമില്ലാത്ത പരിശുദ്ധനായി കന്യകയിൽ ജാതനായവനാണ് യേശുക്രിസ്തു എന്ന് നിങ്ങൾ അറിയണം. യേശുക്രിസ്തു 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ചു. യേശുക്രിസ്തുവിന്റെ ജീവിതത്തെ കുറിച്ച് വിശുദ്ധ തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നത്, അവൻ നന്മ ചെയ്തുകൊണ്ട് പിശാച് ബാധിച്ചവരെ സൗഖ്യമാക്കിക്കൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. അവിടുത്തെ ജീവിതം പാപരഹിത ജീവിതം. അവൻ കരുണയുള്ള ദൈവമാണെന്ന്, അത്ഭുതവാനായ ദൈവമാണെന്ന് ജീവിതത്തിലൂടെ പ്രവൃത്തിയിലൂടെ ക്രിസ്തു തെളിയിച്ചു. ആദ്യത്തെ അത്ഭുതം പച്ചവെള്ളത്തെ വീഞ്ഞാക്കിക്കൊണ്ട് അവിടുന്ന് അത്ഭുതങ്ങൾക്ക് തുടക്കം കുറിച്ചു. തീർന്നില്ല, അനേക രോഗികളെ സൗഖ്യമാക്കി, പിശാച് ബാധിച്ചവരെ വിടുവിച്ചു. തീർന്നില്ല, മരിച്ചവരെ അവരുടെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചു. ഇന്ന് വചനം കേൾക്കുന്ന പെരിങ്ങാലയിലുള്ള ഞങ്ങളുടെ സഹോദരന്മാരെ, പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു അത്ഭുതം പ്രവർത്തിക്കുന്ന ജീവനുള്ള ദൈവമാ. ഇന്നൊരു പക്ഷേ ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന സമയം നിങ്ങൾ രോഗിയാണോ, ജീവിതത്തിൽ തകർന്നവനാണോ, ഏതെങ്കിലും പ്രതിസന്ധിയിൽപ്പെട്ട് കിടക്കുന്നവരാണോ, ഒരു കാര്യം ഞങ്ങൾ പറയാം, യേശുക്രിസ്തുവിന് നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കാൻ കഴിയും. യേശുവേ, എൻ്റെ ജീവിതത്തിലേക്കൊന്ന് വരണമേ, എൻ്റെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം തരണമേ, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കണമേ, എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കണമേ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇന്നും പരിഹരിക്കുന്ന ദൈവമാ. കാരണം യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണെന്ന് വിശുദ്ധ തിരുവെഴുത്ത് പറയുന്നു. പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം അത്ഭുതകരമായ ജീവിതം. തീർന്നില്ല, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് മരിക്കാൻ വേണ്ടിയാണ്. അവൻ മരിക്കാൻ വേണ്ടി വന്നു. അത് എന്തിനു വേണ്ടി മരിക്കാൻ വന്നു എന്ന ചോദ്യമാ പ്രസക്തം. എന്താ പ്രിയപ്പെട്ടവരെ, അതിന്റെ ഉത്തരം ഞാൻ പറയാ. യേശുക്രിസ്തു മരിക്കാൻ വന്നത് മനുഷ്യർക്ക് വേണ്ടിയാ, നമുക്ക് വേണ്ടിയാ. ഇന്ന് പെരിങ്ങാലയിൽ വചനം കേൾക്കുന്ന ഏത് ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് വേണ്ടിയാണ് യേശു വന്നത്. നിങ്ങൾക്ക് വേണ്ടി മരിക്കാൻ,
നിങ്ങളൊരു പക്ഷെ ചോദിച്ചേക്കാം, എനിക്ക് വേണ്ടി എന്തിനാ യേശു മരിക്കുന്നത്? എനിക്ക് വേണ്ടി എന്തിനാ യേശു മരിക്കുന്നത്? പാസ്റ്ററെ, താങ്കൾ എന്ത് വിവരക്കേടാ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ടാക്കാം, കണ്ടേക്കാം. പക്ഷെ ഞങ്ങൾ പറയട്ടെ, യേശു ക്രിസ്തുവിന്റെ മരണം താങ്കൾക്ക് വേണ്ടിയാ. എന്തിനാ ഒരാൾ വന്ന് തങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്നത് ഇങ്ങനെ പറയുന്നത്? ഇത് കേവലം ഒരു വ്യക്തിയല്ല, ദൈവം മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വന്നവനാ. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ അവൻ പാർത്തു. പാപരഹിതനായ ദൈവം അവൻ ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി വന്നു. പാപികളായ മനുഷ്യന്റെ പാപത്തിന് വേണ്ടി മരിച്ചു എന്ന് ബൈബിൾ പറയുന്നു. എന്തിനു വേണ്ടിയാ യേശു നമുക്ക് വേണ്ടി മരിക്കേണ്ടി വന്നത്? പാപിയായ മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ എന്ന് പറയുന്നത് മരണമാണെന്ന് ബൈബിൾ പറയുന്നു, അല്ലേ? വിശുദ്ധ തിരുവെടുത്ത് പറയുകയാ, പാപത്തിന്റെ ശമ്പളം മരണമാണ്. പാപം ചെയ്ത മനുഷ്യന്റെ പാപം പരിഹരിക്കുവാൻ മതങ്ങൾ അനുശാസിക്കുന്നത് പോലെ ഒരു സൽപ്രവർത്തിക്കും കഴിയില്ല. ഒരു പുണ്യ സ്ഥലത്ത് പോയാലോ, ഏതൊക്കെ നേർച്ച കാഴ്ചകൾ ഇട്ടാലോ, ഏതെല്ലാം അല്ലെ നല്ല പ്രവൃത്തി ചെയ്താലും പാപത്തിന് പരിഹാരം വരില്ല. എന്റെ പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങൾ ഏത് ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തികളായിക്കൊള്ളട്ടെ, ഞങ്ങൾ നിങ്ങളോടൊരു സത്യം പറയാം. ലോകത്തിലെ മതങ്ങളെല്ലാം പഠിപ്പിക്കുന്നത് മനുഷ്യന്റെ പാപത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നുണ്ട്. പക്ഷേ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി ലോകത്തിലെ മതങ്ങൾ പറയുന്ന അനുഷ്ഠാനം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ? നല്ല കാര്യം ചെയ്യുക. ഇസ്ലാമിക സുഹൃത്തുക്കളോട് ചോദിച്ചാൽ അവര് പറയും, പാപപരിഹാരത്തിനായി, കുറ്റം ക്ഷമിക്കാനായി, അല്ലേ, നേർച്ച കാഴ്ചകൾ അർപ്പിക്കുവാൻ, ദാനധർമ്മങ്ങൾ ചെയ്യുവാൻ, അല്ലേ, അവരുടെ മതം അവരുടെ പുസ്തകം പഠിപ്പിക്കുന്ന നിലയിലുള്ള അല്ലേ കാര്യങ്ങൾ ചെയ്യാൻ പഠിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ടി എല്ലാ കാര്യങ്ങളിലും അവർ അനുഷ്ഠിക്കുന്നു. ഇവിടുത്തെ ഹൈന്ദവ സഹോദരന്മാരോട് ചോദിച്ചാൽ അവരും പറയും, ഞങ്ങൾക്ക് രക്ഷ കിട്ടാൻ, ഞങ്ങൾക്ക് മോക്ഷം കിട്ടാൻ ഞങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്യുന്നു, ഞങ്ങൾ പൂജകൾ ചെയ്യുന്നു, വഴിപാടുകൾ ചെയ്യുന്നു, ഞങ്ങൾ പല പ്രവൃത്തികൾ ചെയ്യുന്നു. ഇതിനൊന്നും ഞങ്ങൾ എതിരല്ല, ഇതിനെയൊന്നും ഞങ്ങൾ കുറ്റം വിധിക്കുന്നില്ല. പക്ഷേ ബൈബിൾ പറയുന്ന ഒരു സത്യം ഞങ്ങൾ ഇവിടെ ഘോഷിക്കുന്നു. വിശുദ്ധ തിരുവെടുത്ത് പറയുക, മനുഷ്യന്റെ പാപത്തിന്റെ പരിഹാരത്തിന് മനുഷ്യന്റെ ഒരു നേർച്ചയോ, മനുഷ്യന്റെ ഒരു കാഴ്ചയോ, മനുഷ്യന്റെ ഒരു നീതി പ്രവൃത്തിയോ പരിഹാരമല്ല. ബൈബിൾ പറയുന്നത് മനുഷ്യന്റെ നീതി പ്രവൃത്തികളൊക്കെ കറപരണ്ട തുണി പോലെയാ. എന്താ കാരണമെന്നറിയാമോ? ദൈവം പരിശുദ്ധനാകയാൽ പാപിയായ മനുഷ്യൻ ചെയ്യുന്ന നീതി പ്രവൃത്തികൾ അത് എത്ര നല്ല കാര്യമാണെങ്കിലും ദൈവത്തിന് മുമ്പിൽ അത് പാപമായി മാത്രമേ പരിഗണിക്കപ്പെടുകയുള്ളൂ. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, മനുഷ്യന് സ്വർഗത്തിൽ പോകാൻ, മനുഷ്യന്റെ പാപത്തിന് പരിഹാരം വരുത്താൻ മനുഷ്യന്റെ നീതി പ്രവൃത്തി കൊണ്ട് കഴിയില്ല. പിന്നെന്താണ് പരിഹാരം? വിശുദ്ധ തിരുവെടുത്ത് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് യേശു ക്രിസ്തുവിന്റെ ജനനത്തിന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇങ്ങനെ എഴുതി വെച്ചു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റു, നമ്മുടെ പാപത്തിന്റെ ശിക്ഷ അവന്റെ മേലായി. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ പാപങ്ങളുടെയും നമ്മുടെ കുറ്റങ്ങളുടെയും ശിക്ഷ യേശുക്രിസ്തുവിന്റെ മേൽ ചുമത്തി എന്നാണ് ബൈബിൾ പറയുന്നത്. യേശുക്രിസ്തുവിനെ ഈ ലോകത്തിന് പരിചയപ്പെടുത്തിയ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. വചനം കേൾക്കുന്ന പെരിങ്ങാലയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് മനുഷ്യന്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടിയാണ് വന്നത്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ തിരുവെടുത്ത് പറഞ്ഞിരിക്കുന്നത് പോലെ യേശു ജനിക്കുന്നതിന് അല്ലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിച്ചു വച്ചിരുന്നത് പോലെ യേശു ക്രിസ്തു മരിച്ചു. യേശു ക്രിസ്തു ക്രൂശിൽ യാഗമായി തീർന്നു. ഒരുപക്ഷെ പെരിങ്ങാലിയുടെ പ്രിയപ്പെട്ടവർക്കറിയാം, യേശുവിന്റെ മരണം ദുഃഖവെള്ളിയാഴ്ച എന്ന നിലയിൽ ക്രൈസ്തവർ ആചരിക്കുന്ന ദിവസം, എന്റെ പ്രിയപ്പെട്ടവരെ, ആണ്ടിലൊരിക്കൽ ആചരിക്കേണ്ട ഒരു ആഘോഷമല്ല. പെരിങ്ങോലയിലെ പ്രിയപ്പെട്ടവർ, നിങ്ങൾ ഏത് ജാതിയിലോ ഏത് മതത്തിലെ പെട്ട വ്യക്തികളാണെങ്കിലും, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണം അത് സാധാരണ മരണമായിരുന്നില്ല. അത് പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയുള്ള അല്ലെ യാഗമായിരുന്നു. യേശുക്രിസ്തുവിന്റെ യാഗമാണ്, ആ പരമയാഗമാണ് മനുഷ്യന്റെ പാപത്തിന്റെ ശിക്ഷ. ഈ സത്യം ഞങ്ങൾ ഇന്നിവിടെ പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങളോട് സത്യവാർത്ത പറയട്ടെ, സന്തോഷ വാർത്ത പറയട്ടെ. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് കൊണ്ട് ഇനി നേർച്ച കാഴ്ചകൾ കൊണ്ടോ
ബലികൾ കൊണ്ടോ അർപ്പണങ്ങൾ കൊണ്ടോ മെഴുകുതിരി കൊണ്ടോ വഴിപാട് കൊണ്ടോ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കേണ്ട. പകരം അത്തരം ശ്രമങ്ങൾ വിഫലമായപ്പോൾ ദൈവപുത്രനായ യേശു ഈ ഭൂമിയിലേക്ക് വന്ന് 33.5 വർഷം ഈ ഭൂമിയിൽ ജീവിച്ച് തന്റെ ജീവൻ മനുഷ്യരാശിയുടെ പാപത്തിന് വേണ്ടി നൽകി. ബൈബിൾ പറയുകയാ, യേശു ക്രിസ്തുവിന്റെ രക്തം ചൊരിഞ്ഞതോടുകൂടി നമുക്ക് വിമോചനമുണ്ടായി. ബൈബിൾ പറയുന്നു, രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നിഷ്കളങ്ക കുഞ്ഞാടായ ദൈവപുത്രനായ യേശു മനുഷ്യന്റെ പാപപരിഹാരത്തിനായി കാൽവരി കൊലക്കളത്തിൽ യാഗമായി തീർന്നു. അവിടുത്തെ മരണം അത് മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുന്നതാ. അവിടുത്തെ മരണം മനുഷ്യന്റെ ശാപത്തെ നീക്കുന്നതാ. അവിടുത്തെ മരണം അല്ലേ മനുഷ്യന്റെ ജീവിതത്തിലെ സമസ്ത പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്നതാ. അവിടുന്ന് ക്രൂശിൽ മരിച്ചപ്പോ ദൈവത്തോട് നമുക്ക് സമാധാനമുണ്ടായി. ആ മരണം നമ്മെ നിത്യ ജീവനിലേക്ക് കൊണ്ടുപോകുവാൻ പര്യാപ്തമാണ്. യേശുക്രിസ്തു മരിച്ചു. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ മരണം താങ്കൾക്ക് വേണ്ടിയാണെന്ന് താങ്കളൊന്ന് വിശ്വസിക്കണം. അത് വിശ്വസിച്ച് ക്രിസ്തു മരിച്ചത് എനിക്ക് വേണ്ടിയാണ്, എന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണെന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ എന്റെ പുണ്യപ്രവൃത്തികൾക്കോ എന്റെ വഴിപാടുകൾക്കോ എന്റെ നേർച്ചകൾക്കോ എന്നെ രക്ഷിക്കാതിരിക്കുമോ? ദൈവപുത്രനായ യേശു എനിക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് എന്റെ പാപം പരിഹരിക്കാനാണെന്ന് താങ്കൾ വിശ്വസിച്ചാൽ ക്രിസ്തുവിലുള്ള ആ രക്ഷ താങ്കൾക്ക് കിട്ടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ മരണം കൊണ്ട് ഞങ്ങളുടെ ഈ കഥ, ഞങ്ങൾ ഈ പറയുന്ന ജീവനുള്ള സത്യത്തിന്റെ വാർത്ത അവസാനിക്കുന്നില്ല. യേശു ക്രിസ്തുവിനെ ഒരു കല്ലറയിൽ അടക്കി 3 ദിവസം ആ കല്ലറയിൽ യേശു കിടന്നു. യേശു ജീവിച്ചിരുന്നപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മരിക്കുകയും അടക്കപ്പെടുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞതുപോലെ തന്നെ അവിടുന്ന് ദൈവപുത്രനെന്ന് തെളിയിക്കേണ്ടതിന് മരണത്തെ ജയിച്ച് 3-ാം ദിവസം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഇന്ന് പകലും ജീവിക്കുന്ന ദൈവമായി വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അല്ലെ നിത്യമരണമെന്ന ശിക്ഷാവധിയിൽ പോകാതെ അവൻ ജീവനുള്ളവനായി തീരും എന്നാണ് യേശു പറഞ്ഞതിന്റെ അർത്ഥം. പെരിങ്ങാളയിൽ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഈ പ്രസംഗിക്കുന്ന സുവിശേഷം ഇതൊരു കെട്ടുകഥയല്ല. യേശുവിന്റെ മരണവും യേശുവിന്റെ അടക്കവും യേശുവിന്റെ ഉയർപ്പും ഞങ്ങൾ നിർമ്മിച്ച ഒരു കഥയല്ല. ഇത് ഒരു ചരിത്ര സത്യമാണ്. യേശു ഒരു ചരിത്ര പുരുഷനാണ്. നമുക്കറിയാം, ഈ ലോകത്തിന്റെ ചരിത്രം തന്നെ അവനെ കുറിച്ചുള്ള ചരിത്രമാ. ഹിസ്റ്ററി അവന്റെ ചരിത്രമാ. ഹിസ് സ്റ്റോറിയാണ് ഹിസ്റ്ററി. ലോക ചരിത്രത്തെ 2ആയി കീറി മുറിച്ച് അല്ലേ BC എന്നും AD എന്നും 2ആയി തിരിച്ച് അതിന് നടുവിൽ നിലകൊള്ളുന്ന ചരിത്ര പുരുഷനായ യേശു ഇന്ന് പെരിങ്ങോലയിൽ അവന്റെ സത്യം ഞങ്ങൾ വിളിച്ചു പറയുന്നു. മറ്റൊരുത്തരിലും രക്ഷയില്ല. നിങ്ങൾ രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തു മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് സ്വർഗത്തിൽ പോയിരിക്കുന്നു. അവിടുന്ന് താമസമിന മടങ്ങി വരുമെന്ന് കൽപ്പിച്ചിട്ടുണ്ട്. എന്തിനാ അവിടുന്ന് വരുന്നത്? തന്നിൽ വിശ്വസിച്ച് പാപമോചനം പ്രാപിച്ചവരെ തന്റെ അടുക്കൽ ചേർക്കാൻ. പെരിങ്ങോലയിലെ പ്രിയപ്പെട്ടവരെ, നാട്ടുകാരെ, ഞങ്ങൾ സ്നേഹിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്നേഹിതരെ, ഇതൊരു മതത്തിന്റെ പ്രസംഗമായി തള്ളിക്കളയരുത്. നിങ്ങൾ യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ചാൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ വരും. അപ്പോൾ അവർക്ക് ലഭിക്കുന്ന പേരാണ് ദൈവമക്കൾ. അവർക്ക് വരുന്ന വ്യത്യാസമാണ് രൂപാന്തരം, പുതിയ സൃഷ്ടിയാകുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, മദ്യപാനത്തിന്റെ ആസക്തിയിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന്, തിന്മയിൽ നിന്ന് യേശു ക്രിസ്തു സ്വാതന്ത്ര്യം നൽകുന്ന ദൈവമാണ്. കോടിക്കണക്കിന് മനുഷ്യരുടെ ഹൃദയത്തിൽ യേശു രൂപാന്തരം നൽകി. ഇവിടുത്തെ മതത്തിനും ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കും ഇവിടുത്തെ നിയമങ്ങൾക്കും രൂപപ്പെടുത്താൻ കഴിയാതിരുന്ന കോടിക്കണക്കിന് മനുഷ്യരെ യേശു ക്രിസ്തുവിന്റെ സുവിശേഷം രക്ഷിക്കുവാനിടയായി. നിങ്ങളോട് ഞങ്ങൾ ഈ വചനം പറയുമ്പോൾ നിങ്ങളിത് വിശ്വസിച്ചാൽ നിങ്ങളെയും യേശു രക്ഷിക്കും. ഒരു കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഈ സുവിശേഷം വിശ്വസിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? യേശുവിനെ രക്ഷകനായി ഏറ്റെടുത്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ പറയാം, ഇവിടെ മരണം കൊണ്ട് അവസാനിക്കുന്ന ഒരു ജീവിതമല്ല, മരണത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. 2 ജീവിതം, 2 സ്ഥലം. ഒന്ന്, യേശു ക്രിസ്തുവിലൂടെ നിത്യരക്ഷ കണ്ടെത്തിയവർ നിത്യജീവനിലേക്ക്, നിത്യ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ യേശു ക്രിസ്തുവിനെ തിരസ്കരിച്ച് സുവിശേഷം വേണ്ട എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് മരിക്കുന്നവർ മരണാനന്തരം പോകുന്ന ഒരു സ്ഥലമുണ്ട്. അത് നിത്യ നാശമെന്ന സ്ഥലം.
നിത്യ ശിക്ഷാവിധിയുടെ സ്ഥലം. പെരിങ്ങോലയിലെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരാരും ആ നിത്യനാശത്തിലേക്ക് പോകരുത്, ആ നിത്യ ദഹന സ്ഥലത്തിലേക്ക് പോകരുത്. യേശുവിനെ സ്വീകരിച്ച് രക്ഷകനായി കർത്താവായി അംഗീകരിച്ച് ഒരു ദൈവ പൈതലായി തീർന്നാൽ നിങ്ങൾക്ക് യേശുവിനോട് കൂടെ നിത്യ സ്വർഗത്തിൽ വാഴാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഞങ്ങളുടെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ഈ രക്ഷ സൗജന്യമാണ്. ഇതിന് നിങ്ങളൊരു വിലയും കൊടുക്കണ്ട, ഒരു പൈസ നിങ്ങൾ മുടക്കണ്ട. ഒറ്റ കാര്യം, ഹൃദയത്തിൽ വിശ്വസിക്കണം. എന്ത് വിശ്വസിക്കണം? യേശുക്രിസ്തു ഒരു മതപ്രവാചകനല്ല, ഒരു സാധാരണ പ്രവാചകനല്ല, അവതാരങ്ങളിൽ ഒരുവനല്ല. അവിടുന്ന് മാത്രമാണ് ഏക സത്യ ദൈവം. മറ്റൊരുത്തരിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടാൻ ആകാശത്തിന്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല എന്ന് നിങ്ങൾ വിശ്വസിച്ചാൽ, യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ക്ഷണിച്ചാൽ, ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ വരും. നിങ്ങൾക്കൊരു പുതിയ ജീവിതം ലഭിക്കും. നിങ്ങൾക്ക് സമാധാനം ലഭിക്കും. മദ്യം തരാത്ത സമാധാനം, പണം തരാത്ത സമാധാനം. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്കൊക്കെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇല്ല എന്നിട്ടല്ല സന്തോഷത്തോടെ ഇവിടെ വന്നിരിക്കുന്നത്. അതിനപ്പുറമായി ഞങ്ങളുടെ ഹൃദയത്തിൽ വലിയൊരു സമാധാനമുണ്ട്. ഈ സമാധാനം പണം കൊണ്ടുവന്ന സമാധാനമല്ല. ഈ സമാധാനം യേശു ക്രിസ്തു തന്നതാ. യേശു ഈ ഭൂമിയിലായിരുന്നപ്പോ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ലോകം തരുന്നത് പോലെയല്ല. പ്രിയപ്പെട്ടവരെ, യേശു ക്രിസ്തുവിന്റെ നിത്യ സമാധാനം, നിത്യ സ്വസ്ഥത പ്രാപിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. യേശുവിൽ വിശ്വസിച്ച് നിത്യരക്ഷ പ്രാപിച്ച് നിത്യ ജീവന് ഉടമകളായി തീരുവാൻ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ ചുരുക്കുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഈ നിമിഷത്തില് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ ആയിരിക്കുന്നിടത്തിരുന്നു യേശുവെ രക്ഷിക്കണമേ, യേശുവിന്റെ പാപം മോചിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കൂ. ഞങ്ങളോട് മാത്രം തോമസ് മുമ്പോട്ട് വന്ന് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കുന്നു. പല സ്ഥലങ്ങളിൽ കടന്നുപോയിട്ട് എൻ്റെ കർത്താവിനെ ഓർമ്മിക്കാൻ എന്ന ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിനെ കടന്നുപോയ ദേശത്തെല്ലാം എൻ്റെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ തെളിവാന് ദൈവം വലിയൊരു മാർഗം ലഭിക്കായി സ്തോത്രം. അതിനുവേണ്ടി ദാസന്മാരെ നീ കണ്ടിരിക്കാനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അന്നെ നല്ല പാട്ടുകൾ പാടി അത് എൻ്റെ ജനത്തെ സന്തോഷിപ്പിക്കുവാന് പൈതൃകി കലിംഗത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവ് അവരെ വീണ്ടും നീ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. അവരുടെ കാലത്ത് മുന്നോട്ട് നയിക്കാനുള്ള കൃപ നീ അവർക്ക് വീണ്ടും കൊടുക്കുന്ന ദൈവം മാനിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അനേകം രാജികൾക്ക് ഒരു വലിയ അനുഗ്രഹമായി തീരുവാന് നിങ്ങളെ കലിംഗെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവ് എന്റെ വചനം ഘോഷിക്കുവാന് ദാസന്മാരെ നീ കലിംഗത്തിനായി സ്തോത്രം. എന്റെ വചനം സമ്പൂർണ്ണമായി ശ്രമിക്കുന്നു. ഈ ദേശത്തിന് ഒരു അനുഗ്രഹമായി തീരുവാന്, ഈ ഭവനത്തിന് ഒരു അനുഗ്രഹമായി തീരുവാന്, ഈ ദേശവാസികൾ ചുറ്റുപാടുകളൊക്കെ അനുഗ്രഹമായി തീരുവാന് ദൈവമഹാനായി സ്തോത്രം. ദാസനെ കുടുംബമായി ഞാൻ അനുഗ്രഹമായി തീരുവാന്, അനേക ദേശത്ത് ഒരു അനുഗ്രഹമായി തീരുവാന്, അനേക ജാതികളെ ദൈവനാമത്തിലേക്ക് നേടിയെടുക്കുവാന് എന്റെ ദാസനെ കുടുംബമായി നീ സഹായിച്ച് അനുഗ്രഹിക്കണമേ. അവർ പോകുന്നിടത്തെല്ലാം കർത്താവിനെ സാന്നിധ്യം ജോലിക്കെല്ലാം കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം എന്റെ ദാസനെ ബലപ്പെട്ടതിനായി സ്തോത്രം, കർത്താവെ ദർശനത്തോടെ വെളിപ്പാടോടെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാന് ദാസനെ കുടുംബമായി അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. രാവിലെ മുതൽ കർത്താവെ ഞങ്ങളോടൊപ്പം ആയിരുന്ന എല്ലാ സഹോദരങ്ങളോട് പ്രാർത്ഥിക്കുന്നു. അവരെല്ലാം അനുഗ്രഹിക്കണമേ, സഹായിക്കണമേ. ഈ പ്രവർത്തനം മുന്നോട്ട് നടക്കുവാനുള്ള ദൈവങ്ങളുടെ വീണ്ടും ഞങ്ങൾക്ക് വന്ന് മാറിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം പ്രാർത്ഥനയാൽ സ്തോത്രം മഹത്വപ്പെടുക. യേശുക്രിസ്തു പാപികളെ, യേശുക്രിസ്തു രോഗികളെ, യേശുക്രിസ്തു പരിശുദ്ധാത്മാവിനെ, യേശുക്രിസ്തു രാജാവായി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ അഖില ലോക രക്ഷിതാവായ ഈശോ മസിഹായിക്ക് ജയ് ജയ് ജയ്. അഖില ലോക രക്ഷിതാവായ ഈശോ മസിഹായിക്ക് ജയ് ജയ് ജയ്. ഈ വചനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കൂടുതൽ വിവരങ്ങൾ അറിയുവാനോ
നിങ്ങളുടെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനോ നിങ്ങൾ താല്പര്യപ്പെടുന്നെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. ഇവിടെ അടുത്ത ഒന്നാംകുറ്റിയിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുണ്ട്. അവിടെ ഞങ്ങൾ പാർക്കുന്നു. കടന്നു വരികയും നിങ്ങളുടെ വിവരങ്ങൾ പറയുകയും ചെയ്താൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആ വിവരവും നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളെല്ലാവരെയും സർവേശ്വരനായ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ.